കുറച്ചൊക്കെ പറയാം. ഞാൻ കടല് ഫിഷർമാനാണ്. എടവപ്പാതി മുതൽ ഏകദേശം കന്നി 10 വരെ കടലിൽ മീൻ പിടിക്കലും ബാക്കിയുള്ള 8 മാസം കടലിൽ കടുക്ക പറിച്ചിട്ട് 4 മണിക്കൂറൊക്കെ മുങ്ങിയിട്ട് കടുക്ക പറിച്ച് ജീവിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ ഈ 4 മാസം എന്ന് പറഞ്ഞാൽ 20 വർഷക്കാലം ഞാൻ ഇഞ്ചൻ ഓടിക്കൽ ഞാൻ തന്നെ ചെയ്യും. ഒരു 50 അടി വെള്ളം മുതൽ ഇഞ്ചന്. അപ്പോൾ ഇഞ്ചന് കടലിനെ പറ്റി അറിയുന്നവർക്ക് അറിയാം, ഒരു കൈ കൊണ്ട് മാത്രം, അത് ഇടത്തെ കൈ കൊണ്ട് മാത്രം അത് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 20 കൊല്ലത്തോളം ഇഞ്ചൻ ഓടിച്ചത് കാരണം എനിക്ക് ഇവിടെ ഈ ഞരമ്പുകൾ മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ഭയങ്കര വേദന, സഹിക്കാൻ പറ്റില്ല. നമ്മളെ കോഴിക്കോടുള്ള തന്നെ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാനൊരു 3-4 ദിവസം മുൻപ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് കൊറോണ. പല ആളുകൾക്കും കൊറോണ ഒരു ദോഷമായിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് വന്നത്. കാരണം ഡിസ്ക് സംബന്ധമായ കംപ്ലൈൻറ്റ് വന്ന് ആ സമയത്താണ് കൊറോണ. എൻ്റെ പല ഹോസ്പിറ്റലുകളിൽ പ്രൈവറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഒന്നും എന്നെ സ്വീകരിച്ചില്ല. കാരണം കൊറോണ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൊറോണയ്ക്ക് ശേഷം ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നീട് എൻ്റെ അനിയന് ഗൾഫിലുള്ള ഒരാൾക്ക് വിളിച്ചപ്പോൾ ഇവിടെ മോയിക്കൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു കുരുക്കളുണ്ട്, വിവേക് കുരുക്കൾ എന്ന് പറഞ്ഞിട്ട്, അയാളടുത്ത് ചികിത്സിച്ച് എൻ്റെ ഡിസ്ക് കംപ്ലൈൻറ്റ് മാറിക്കണമെങ്കിലും അതിനുശേഷം എൻ്റെ കാലിൻ്റെ തുടൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം മരവിപ്പാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം എൻ്റെ ഭാര്യ എന്ത് ചെയ്യും, തൈലിട്ട് ചവിട്ടി ഒഴിഞ്ഞു തരും. അതാണ് ചികിത്സ. എൻ്റെ ഭാര്യയുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട്, ഭാര്യക്കാണ് ഇതിൻ്റെ ജോലി. അതേപോലെ തന്നെ ഈ ആമാശയ സംബന്ധമായിട്ട് എന്ന് പറയുന്നത് ആമാശയം 5 സെന്റിമീറ്റർ വികസിച്ചു പോയി. അതിന് ഒരുപാട് ചികിത്സിച്ചപ്പോൾ എല്ലാ ഡോക്ടർമാരും പറയുന്നത് അത് ജന്മനാലുള്ളതായിരിക്കുന്ന. ഇത്രയും കാലം എനിക്കിപ്പോൾ 50 വയസ്സായി. ഒരു 6 വർഷം മുൻപ് വരെ ഇല്ലാത്ത രോഗമാണ് പെട്ടെന്ന് വന്ന് ആമാശയ ലൂസായി. അത് കാരണം ഞാൻ ഭക്ഷണം കഴിച്ച് ഒന്ന് കുഴിഞ്ഞു നിന്നാൽ ആ കഴിച്ച ഭക്ഷണം അതുപോലെ പുറത്തേക്ക് പോകും. അതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം തരിപ്പിൽ വരും, പിന്നെ ശ്വാസം കിട്ടൂല. ഒരു 3-4 പ്രാവശ്യമൊക്കെ എൻ്റെ ഭാര്യൻ്റെ മുഖത്ത് ശ്വാസം കിട്ടാതെ ഞാൻ പടയുന്ന രംഗത്ത് തട്ടിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഭാര്യ എന്താണെന്ന് ചോദിച്ചു എൻ്റെ പുറത്തൊക്കെ അടിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നീട് ഞാൻ പല ഹോസ്പിറ്റലുകളും അത് സംബന്ധമായിട്ട് കാണിച്ച്, പക്ഷെ അതിനൊന്നും എന്തില്ല, സമാധാനം കിട്ടിയില്ല. ഒരുപാട് പ്രയാസത്തിൽ എൻ്റെ ആമാശയം സംബന്ധമായത് ഡോക്ടർമാർ പറഞ്ഞത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ, ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ മാറ്റാൻ പറ്റൂലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, 98% നിങ്ങൾ രക്ഷപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ കിഡ്നീൻ്റെയും നമ്മളെ ലിവറിൻ്റെയും ഉള്ളിലാണ് ആമാശയത്തിൻ്റെ കേന്ദ്ര ബിന്ദു എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾ മരിച്ചു. അതാണ് എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു നമ്മളെ ബീച്ച് ഹോസ്പിറ്റലിലെ വിനോദ് കുമാർ പൂയിൽ താമസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഓപ്പറേഷത്തിനെ പറ്റി ചിന്തിക്കേണ്ട. നിങ്ങൾ കുറേ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും അത്രത്തോളം മുന്നോട്ട് പോവാം. വലിയ ഉറപ്പില്ല. ആ ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ജീവിച്ചുകൊണ്ട് നിൽക്കുന്നത്. കുറേ പ്രയാസത്തിൽ ഒരുപാട് വേദനകളും ആയിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മളെ റിജാസ് സാർ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മാറാത്തൊരു രോഗം ഇപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് മാറും. നിങ്ങൾ എന്താണ് പറയുന്നത്? കാരണം വെള്ളം കുടിക്കുക, അതിൻ്റെ മുകളിൽ കിടക്കുക, അതുകൊണ്ട് മാറാൻ സാധ്യത കുറവല്ല. മുമ്പ് പിന്നാലെ തന്നെ കൂടി. കാരണം മറ്റേ ശൈത്താൻ കൂടാന്ന് പറയില്ല നമ്മൾ, അതുപോലെ ഇതിൻ്റെ പിന്നാലെ തന്നെ കൂടി മുമ്പ് ഇത് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഭാര്യനോട് വന്ന് പറഞ്ഞു, ഒരാൾ എന്നോട് ഒരു പ്രൊഡക്റ്റ് പറഞ്ഞിരിക്കണം, അപ്പോൾ അത് ഉപയോഗിച്ചാൽ മാറുന്ന പറയുന്നത് ഇതിൻ്റെ രോഗം. അപ്പോൾ ഭാര്യ എടുത്ത വഴിക്ക് ഒരു മറുപടി വന്നു, ഇഷ്ടംപോലെ നമ്മൾ ഡോക്ടർമാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടല്ലോ, ഇതും കൂടെ കൊണ്ടുപോയി കൊടുക്കണമെന്ന്. സംഭവം ശരിയല്ലോ, ഡോക്ടർമാരെ ഒരുപാട് പോയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെലവ് ഇതും കൂടെ വേണ്ടാന്നുള്ളതൊക്കെ ഭാര്യ പറഞ്ഞു. ഒരു 3 ആഴ്ചയോളം മൂപ്പരിൻ്റെ പിന്നാലെ കൂടിക്കുന്ന തന്നെ പറയാം. പിന്നെ എനിക്ക് തോന്നി ഇയാളെ ശല്യം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒന്ന് കൊണ്ടുവരാൻ പറയാം. ഭാര്യയും പറഞ്ഞ് തൽക്കാലം നമുക്കൊന്ന് വാങ്ങി വെക്കാം. അപ്പോൾ ഭാര്യക്കാന്നുണ്ടെങ്കിൽ നല്ല വെരിക്കോസാണ്, കാല് മൊത്തം. നമ്മൾ പുലർച്ചെ എണീച്ച് കഴിഞ്ഞാൽ ആൾ ചുമര പിടിച്ചിട്ടാണ് കിച്ചണിലേക്ക് പോവുക. ആ അവസ്ഥയിലാണ് വെരിക്കോസ്. ഒരുപാട് അതിന് കഷായ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് കാണിച്ച് അതും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ വാങ്ങുമ്പോൾ എന്തായാലും 2 ആൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡബിൾ കോട്ടി വാങ്ങാമെന്ന് വിചാരിച്ച് അതൊന്ന് വാങ്ങി ഉപയോഗിച്ച് ഒരു 10 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തന്നെ തോന്നാം, കാരണം എൻ്റെ വയറ് മാറൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞ വയറിൻ്റെ അസുഖം
എരിച്ചിലും പുകച്ചിലും മേൽപോട്ടുള്ള വരുത്തൊന്നുമില്ല. എന്താ പറയാ, ഒരു 50% മാറ്റം തന്നെ പറയാം ആ അവസ്ഥയിലേക്ക്. അതേപോലെ തന്നെ ഭാര്യയ്ക്ക് ചവിട്ടി വീഴുന്ന പണിയിൽ നിന്നും ഭാര്യ രക്ഷപ്പെട്ടു. കാരണം ആ ഒരു ഗതികേട് പിന്നെ വന്നിട്ടില്ല. ഇപ്പോ 9 മാസമായി. 9 മാസത്തിന്റെ അടുത്ത് ഒരു തവണ പോലും ഭാര്യയ്ക്ക് എന്നെ ചവിട്ടി വീഴേണ്ടി വന്നിട്ടില്ല. കാരണം അതിന് ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ ഒരുപാട് എന്താ പറയാ, എനിക്ക് ആ രോഗം തന്നെ ഞാൻ തന്നെ പറയും. ഞാൻ കടക്ക മുങ്ങുന്ന പണി നിർത്തി വെച്ച വ്യക്തിയായിരുന്നു. അങ്ങനത്തത് ഞാനിപ്പോ എല്ലാ ദിവസവും 4 മണിക്കൂർ കടലിൽ കിടക്കുന്നു. 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മളൊരു 2-3 ശ്വാസം, ഒരു മുങ്ങൽ കഴിഞ്ഞിട്ട് ഒരു 2-3 ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളത്തിന് മുകളിൽ വരാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ താഴേക്കന്നെ പോകും. അങ്ങനെ ഒരു 4 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യും, ഇന്ന് വെള്ളത്തിൽ മുങ്ങും. ഇപ്പൊ ഞാനൊരു 40-ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ എൻ്റെ കയ്യിലൂടെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ചെറിയ സഹോദരിയുണ്ട്. അവൾക്ക് ഗർഭപാത്രത്തിൽ മുഴ, 3 വലിയ മുഴകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മുട്ട പോലുള്ള ഒരുപാട് മുഴകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതൊരു മാസം 10 ദിവസമായിട്ടുള്ളൂ ഇപ്പൊ കൊടുത്തിട്ട്. ഇന്നലെ വീണ്ടും സ്കാനിങ് ചെയ്തപ്പോൾ അത് ഒരു 70% ആ രോഗത്തിന്. താങ്ക് യു അനീഫ്.